ചില സ്പിരിച്വൽ ട്രഡീഷൻസ് പറയുന്നത് ധ്യാനത്തിന് 4 സ്റ്റേജുകളുണ്ടെന്നാണ്. രസകരമായ കാര്യമെന്തെന്നാൽ ഇതിൽ 3 സ്റ്റേജുകളിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ഉള്ളൂ എന്നതാണ്. 4ാമത്തെ സ്റ്റേജ് ഒരു മനുഷ്യൻ്റെ കൺട്രോളിനും അപ്പുറമാണത്രേ. ധ്യാനത്തിൻ്റെ 4 സ്റ്റേജുകളിൽ ആദ്യത്തെ സ്റ്റേജ് ഇതാണ്: സ്വന്തം ശരീരത്തെക്കുറിച്ച് ബോധവാനാവുക, സ്വന്തം ശരീരത്തെ നിരീക്ഷിക്കുക, ആ ബോധം കൂടുതൽ കൂടുതൽ വളർത്തിയെടുക്കുക. ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആത്മാർത്ഥമായി സ്വന്തം ശരീരത്തെക്കുറിച്ച് ബോധവാനാകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പതുക്കെ പതുക്കെ പല മാറ്റങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്നു അത്രേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ സ്വന്തം ശരീരത്തിലെ സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ പോലും ഈ വ്യക്തിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതാണ്. രസകരമായ മറ്റൊരു കാര്യം, പല ശീലങ്ങളും നിൽക്കുന്നു അത്രേ, പല ശീലങ്ങളും അപ്രത്യക്ഷമാവുന്നു അത്രേ. നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മുടെ ഒരു ശീലം നിർത്തിയെടുക്കണമെങ്കിൽ വളരെയധികം പ്രയാസമാണ്. എന്നാൽ സ്വന്തം ശരീരത്തെക്കുറിച്ച് ബോധവാനാകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ പല ശീലങ്ങളും അപ്രത്യക്ഷമാകുന്നത് കാണാൻ സാധിക്കുന്നു. സാവധാനം ശരീരം കൂടുതൽ കൂടുതൽ റിലാക്സ്ഡ് ആവുന്നു. നമുക്കറിയാം, നമ്മൾ വളരെയധികം പിരിമുറുക്കത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. താളം തെറ്റിയ ജീവിതമാണ് നമ്മുടേത്. എന്നാൽ ശരീരത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നതോടെ ശരീരത്തിന് ഒരു ബാലൻസ് കൈവരിക്കാൻ സാധിക്കുന്നു. മനോഹരമായൊരു താളം അതിനുണ്ടാവുന്നു. ആദ്യമായി ശരീരത്തിൻ്റെ ലെവലിൽ ആ വ്യക്തി സമാധാനം എന്തെന്ന് അനുഭവിക്കുന്നു. അടുത്ത സ്റ്റേജിലും നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്: നിരീക്ഷിക്കുക. പക്ഷേ ഇത്തവണ നിരീക്ഷിക്കപ്പെടേണ്ട വസ്തു മാറുകയാണ്. ഇത്രയും നേരം അത് ശരീരമായിരുന്നു, ഇനി അത് ചിന്തകളാണ്. നമുക്കറിയാം, ശരീരം ഘനമുള്ള ഒന്നാണ്, കാണാനും തൊടാനും സാധിക്കുന്ന ഒന്ന്. എന്നാൽ ചിന്തകൾ അങ്ങനെയല്ല, വളരെ നേർത്ത ഒന്നാണ്, പിടിച്ചു വയ്ക്കാൻ ഏതാണ്ട് അസാധ്യമായൊരു കാര്യം. ഇതുകൊണ്ട് തന്നെ ചിന്തകളെ നിരീക്ഷിക്കുക എന്നത് വളരെയധികം പ്രയാസവും അപകടവും പിടിച്ചൊരു കാര്യമാണ്. മിക്കപ്പോഴും സ്വന്തം ചിന്തകളെക്കുറിച്ച് കൂടുതൽ ബോധവാനാകുന്നതോടെ ആൾക്കാർ ഞെട്ടിപ്പോവുകയാണ് പതിവ്. എൻ്റെ തലയിൽ ഇത്രയധികം കാര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇത് നമുക്കും പരീക്ഷിക്കാവുന്ന ഒന്നാണ്. ഒരു പേപ്പർ എടുക്കുക, 10 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാ ചിന്തകളും ആ പേപ്പറിൽ എഴുതിയെടുക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ പോകരുത്. ഇതെന്ത് നല്ല ചിന്തയാണ്, ഇതെന്ത് മോശം ചിന്തയാണ്, അല്ലെങ്കിൽ ഞാൻ എന്തിനിങ്ങനെയൊക്കെ ചിന്തിച്ചു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഉള്ളിൽ വരുന്ന ചിന്തകൾ അങ്ങനെ ആ പേപ്പറിൽ എഴുതിയെടുക്കുക. 10 മിനിറ്റുകൾക്ക് ശേഷം ആ പേപ്പർ ഒന്ന് വായിക്കുക. ഇതേതോ ഒരു ഭ്രാന്തൻ എഴുതിയതാണെന്നേ നിങ്ങൾ പോലും പറയുകയുള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ ഇതാണ്. ചിന്തകളെക്കുറിച്ച് കൂടുതൽ ബോധവാനാകുന്നതോടെ ഈ പ്രതിഭാസത്തിന് വലിയ മാറ്റമുണ്ടാവുന്നു. നമ്മുടെ ചിന്തകൾക്ക് വലിയ വ്യത്യാസങ്ങളുണ്ടാവുന്നു. നമ്മുടെ മനസ്സിന് ബാലൻസ് വരുന്നു. ഇത് കഴിഞ്ഞാൽ 3ാമത്തെ സ്റ്റേജാണ്. 3ാമത്തെ സ്റ്റേജിലും നമ്മൾ നിരീക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ വീണ്ടും നിരീക്ഷിക്കപ്പെടേണ്ട വസ്തു മാറുന്നു. ഇനി അത് നമ്മുടെ ഫീലിങ്സ് ആണ്, നമ്മുടെ ഇമോഷൻസ് ആണ്, നമ്മുടെ മൂഡ്സ് അഥവാ മാനസികാവസ്ഥകളാണ്. പറയുന്നത് ആദ്യത്തെ 3 തലങ്ങളെക്കുറിച്ച്, ആദ്യത്തെ 3 സ്റ്റേജുകളെക്കുറിച്ച് ഒരാൾ ബോധവാനായി കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റേജ് സ്വയം സംഭവിക്കുന്നു എന്നാണ്. ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമാണത്രേ. അറിയാമോ, ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ അവസ്ഥയ്ക്ക് എന്താണ് വിളിക്കുന്നത് എന്ന്? തുരിയ. വളരെ രസകരമാണ് തുരിയ എന്ന വാക്കിൻ്റെ അർത്ഥം. തുരിയ എന്നാൽ 4ാമത്തത് എന്നർത്ഥം. 4ാമത്തെ സ്റ്റേജിന് മറ്റൊരു പേരും കൊടുക്കാതെ വെറുതെ 4ാമത്തെ അവസ്ഥ എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. ഏതൊരു പേരും ഒരു ലിമിറ്റേഷനാണ്. അത് പരിമിതികൾ സൃഷ്ടിക്കുന്നു. 4ാമത്തെ അവസ്ഥയുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പരിമിതികൾക്കും അപ്പുറമാണ്, നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. അതുകൊണ്ട് അവർ ആ അനുഭവങ്ങളെ ഒരു പേരിലൊതുക്കാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് അതിനെ വെറുതെ 4ാമത്തെ അവസ്ഥ എന്ന് വിളിക്കുന്നു. ഇതുവരെയുള്ള സ്റ്റേജുകളിൽ നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ബോധവാനാവുകയായിരുന്നു, ശരിയല്ലേ? എന്നാൽ 4ാമത്തെ സ്റ്റേജിൽ ബോധവാനാകുന്നത് ബോധത്തെക്കുറിച്ച് തന്നെയാണ്. ഒരേ സമയം ഇൻട്രസ്റ്റിങ്ങും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണിത്. നോക്കൂ, ബാക്കി എല്ലാ സ്റ്റേജിലും മറ്റൊന്നിനെക്കുറിച്ച് ബോധവാനാവുക എന്നതായിരുന്നു ലക്ഷ്യം. ശരീരത്തെക്കുറിച്ച് ബോധവാനാവുക, ചിന്തകളെക്കുറിച്ച് ബോധവാനാവുക, അങ്ങനെ.
എന്നാൽ നാലാമത്തെ സ്റ്റേജിൽ ബോധത്തെക്കുറിച്ച് തന്നെ ബോധവാനാവുക, അതാണ് ലക്ഷ്യം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. 3 സ്റ്റേജുകളിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ഉള്ളൂ എന്ന്. നാലാമത്തെ സ്റ്റേജ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ആദ്യത്തെ 3 സ്റ്റേജുകളിലും ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന അവസ്ഥ റെലവൻ്റാണ്, അത് പ്രസക്തമാണ്. എൻ്റെ ശരീരം, എൻ്റെ ചിന്തകൾ, എൻ്റെ മാനസികാവസ്ഥ, ഞാൻ എന്നത് ഇവിടെയെല്ലാം പ്രസൻ്റാണ്. എന്നാൽ ലാസ്റ്റ് സ്റ്റേജിൽ, നാലാമത്തെ സ്റ്റേജിൽ ഞാനെന്നോ എൻ്റെ എന്നോ ഇല്ല, അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോൾ എന്താണ് ബാക്കിയുള്ളത്? ബോധം മാത്രം, പരിശുദ്ധമായ ബോധം, പൂർണ്ണ നിശബ്ദത. ഗൗതമ ബുദ്ധയും ശൂന്യത എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. ഈ നിശബ്ദതയെ, ഈ ശൂന്യതയെ, ഈ പരിശുദ്ധ ബോധത്തെ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് എന്ന് ഇവർ പറയുന്നു. അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് എന്നാൽ പരമമായ അനുഭവം. ചിലർ ഈ അനുഭവത്തെ മറ്റൊരു പേരുകൂടി വിളിക്കുന്നു, ഈശ്വരൻ.